ഈ യുദ്ധം ശരിക്കും പറഞ്ഞാൽ തകർക്കുന്നത് നമ്മുടെ തലമുറകളായിട്ട് നമ്മൾക്ക് നേടിയെടുക്കുന്ന ഒരു ആത്മവിശ്വാസത്തിനെയും അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധത്തിനെയും ഒക്കെയാണ്. കുട്ടികളുടെ ശരിക്കും അടിത്തറ എന്ന് പറയുന്നത് തന്നെ അവരുടെ കുട്ടിക്കാലത്ത് അവർ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേരൻസ് കൊടുക്കുന്ന ആ ഒരു സുരക്ഷിതത്വ ബോധമാണ്. അവർ സേഫാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നുള്ള ഒരു ഒരു അഷ്വറൻസ് ആണ്. പക്ഷെ ഈ യുദ്ധം അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ വലിയ ഈവൻസ് ഉണ്ടാകുന്ന സമയത്ത് അതാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ അറിയാവുന്ന ഒരാളെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അറിയാവുന്ന ഒരാളെങ്കിലും ഈ അറേബ്യൻ കൺട്രീസിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും. നമുക്ക് തന്നെ എന്താണ് നാളെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള അവസ്ഥയെ പറ്റി ഓർത്തുള്ള ടെൻഷൻ ഉണ്ടാകും. അത് മുഖത്ത് വെച്ചോണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ആ ജീവിതത്തിന്റെ ഇടയിലാണ് കുട്ടികളുടെ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം കൂടെ നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പൊ നമ്മളും പാനിക് ആവും. അത് വെരി നാച്ചുറലാണ് അങ്ങനെ നമ്മൾ പാനിക് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. കാരണം എസ്പെഷ്യലി നമ്മുടെ സ്വന്തക്കാരൊക്കെ പുറത്തുണ്ടെങ്കിലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരെന്തിലാ കൂടെയാണ് കടന്നു പോകുന്നത്, അവർ ഓക്കെ ആണോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ വെച്ച്, കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കഷനിൽ ഏർപ്പെടുന്നത്, ന്യൂസ് ചാനലുകൾ ഓപ്പൺ ചെയ്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഫോണിൽ കൂടെ ആണെങ്കിലും ഓരോ അപ്ഡേറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. കുട്ടികളുടെ മുമ്പിൽ നിന്ന്, അതൊരു 15 വയസ്സ് വരെയുള്ള ഒരു കുട്ടി ആയിക്കോട്ടെ, സാരമില്ല, അത് ഈ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദ്യങ്ങളുമായിട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നമ്മുടെ കാലത്തിലുള്ള പോലെയല്ല. നമ്മുടെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുമായിരുന്നില്ല. ഒന്ന് യുദ്ധകാലം ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാതിരിക്കില്ല. അവർ വരുന്ന സമയത്ത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം നിനക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ടെന്ന്, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞത് അക്നോളജ് ചെയ്യുക. അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്താൽ തന്നെ അവർക്ക് ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അത് ഓക്കെ ആയിട്ട് വരും. അവർക്ക് ഒരു പിന്നെയും നമ്മൾ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്. ഈ ബ്രെയിനിനാണ് ആൻസേഴ്സ് കൊടുക്കേണ്ടത്. കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നത് അവരിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ അവരെ കോൺസ്റ്റന്റ്ലി അലാം സിസ്റ്റം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സേഫ് അല്ല, നിനക്ക് ഇങ്ങനെ സംഭവിക്കാം, നിനക്ക് അങ്ങനെ സംഭവിക്കാം എന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത്. അപ്പം ഇത് നമ്മൾ എപ്പോഴും ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ 5 വയസ്സിനും അല്ലെങ്കിൽ 6 വയസ്സിനുള്ള കുട്ടികളോട് കൂടുതലും നിങ്ങൾ ഈ കാര്യങ്ങൾ അവർ എക്സ്പോഷർ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ കുട്ടികൾക്ക് ഒന്നും അറിയത്തില്ലാത്തൊരു പ്രായമാണ്. ഇപ്പം അവരോട് ഇത് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ തന്നെ അവർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാനാണ് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം ആ പ്രായത്തിലുള്ള കുട്ടികളെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അവരും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, നമ്മളെല്ലാം അണ്ടർ കൺട്രോളിലാണ്, ഇതിലൊന്നും കുഴപ്പമില്ല, നമ്മൾ സേഫ് ആണ് എന്ന് മാത്രം പറയാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ പാനിക് ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ അഷ്വറൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 1-on-1 ടൈം കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോ ഓഫ് ടോളറൻസ് അത് ചിലപ്പോൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഏത് മനുഷ്യനും നമുക്ക് ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥേനെയാണ്, എത്രത്തോളം അത് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും, എൻ്റെ ഇമോഷൻസിനെ എനിക്ക് എന്തോരം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥേനെയാണ് എൻ്റെ വിൻഡോ ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ആ വിൻഡോ ഓഫ് ടോളറൻസ് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എൻ്റെ കുട്ടിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത് കുഴപ്പമില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം, അവൻ വലുതാകുമ്പോഴേക്കും അവനെല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഞാൻ പറയണ്ടേ എന്ന് കരുതി ഒരു വിഭാഗം പാരൻസ് ചിലപ്പോൾ ഇതെല്ലാം പറയാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ മുതലേ കുട്ടീനെ, നമ്മുടെ കേരളത്തിൽ ഓരോ വീടുകളിലുള്ള കുട്ടികളുടെ കഥ എന്ന് പറയുന്നത് നമ്മളടക്കം നമ്മൾ അത്യാവശ്യം വഴക്ക് പറയും, നമ്മൾ അത്യാവശ്യം അടിക്കും, നമ്മൾ അത്യാവശ്യം ബ്ലെയിം ചെയ്യുക, നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മളവരെ ചെറുതാക്കി കാണിക്കും. ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ, അതായത് നമ്മുടെ പാരന്റിങ്ങിന്റെ ഒരു ഭാഗമാണ്. അത് തെറ്റു പറയല്ല, നമ്മൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത്, നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് കുറവ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അവരുടെ വിൻഡോ ഓഫ് ടോളറൻസ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ അവരുടെ വിൻഡോ ഓഫ് ടോളറൻസ് വളരെ നാരോ ആയിരിക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ബിഗ് ഇവന്റ്സ്, ഇത് വാർ എന്ന് പറയുന്ന ഒരു ബിഗ് ഇവന്റ് ആണ്. ആ ഇവന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വലിയ ട്രോമ ഉണ്ടാവാൻ ഒരൊറ്റ കാര്യം മാത്രം മതി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും കൂടെ കുട്ടീനോട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ ട്രോമ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അത് ചെറിയൊരു കാര്യമല്ല, അവരുടെ ലൈഫ് ലോങ് അവരനുഭവിക്കേണ്ടതും, അത് മാത്രമല്ല അവരുടെ 3 ജനറേഷൻ വരെ അവർക്ക്
കിട്ടാൻ ചാൻസുമായിട്ടുള്ള ഒരു കാര്യമാണ് വാർ എന്ന് പറയുന്നത്. വാർ പോലെ അതുപോലെ തന്നെ നമുക്കറിയാം ചൈൽഡ്ഹുഡ് ട്രോമ കിട്ടുന്നത്, വാർ കിട്ടുന്നത്, അബ്യൂസ് കിട്ടുന്നത്, ഇതൊക്കെയാണ് ബിഗ് ട്രോമ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കറന്റ്ലി അറ്റ് മൊമെന്റിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ജനറേഷണൽ ട്രോമ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ ഇവന്റ് ആണ്. അതൊരു പാൻഡമിക് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോഴേ അത്യാവശ്യം കുട്ടികൾക്ക് അത്യാവശ്യം നല്ല തരത്തിൽ ആങ്സൈറ്റി ഉണ്ട്. ഇനി നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പാരന്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. പാരന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് 1-on-1 ടൈം കൊടുക്കാൻ നോക്കുക. മാക്സിമം കുട്ടികൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ അവരുടെ കൂടെ ഇരിക്കുക. അവർക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് സംസാരിക്കാൻ നോക്കുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ജാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ജാറ് നിങ്ങൾ വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ജാറിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതാനുള്ളതാണെന്ന് പറയാം. കുട്ടികളോട് അവർക്ക് അവരുടെ ഇമോഷൻസിനെ എഴുതിയിടാൻ അവരെ എൻകറേജ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇത് തുറന്ന് വായിക്കുക. ചിലപ്പോൾ ചോദ്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നല്ല അഫിമേഷൻസ് ആയിരിക്കും. അതായത് എനിക്ക് നല്ല ദിവസമായിരുന്നു, അങ്ങനെ എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറയാം. അപ്പോൾ ആ ഒരു ഫാമിലി ജാർ എന്ന് പറയുന്ന സംഭവത്തിന് ശരിക്കും നിങ്ങളുടെ ഒരു കണക്ഷൻ ടൈം ആയിട്ട് വരും. അപ്പോൾ ആ കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധം കൂടാനും അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും അവർക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാനും അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കൂട്ടാനും ഇത് സഹായിക്കും. ഇതൊക്കെ ഇപ്പൊ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അവരുടെ വിൻഡോ ഓഫ് ടോളറൻസ് ഇച്ചിരി കൂടി വരിക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ കുട്ടീനെ വലിയൊരു പ്രശ്നം ഇവന്റ് ഉണ്ടാകുമ്പോഴേക്കും അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങൾ നാളെ കുട്ടീൻ്റെ അടുത്ത് ഇതെല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുക. അല്ലെങ്കിൽ കുട്ടി ഇതെല്ലാം ഒരു അലാം കേട്ട് കുട്ടി പേടിച്ചു. ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം, എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ അലാം വന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ഇപ്പം ഞാൻ ന്യൂസിലാൻഡിലാണ്, നമുക്ക് എർത്ത് ഉണ്ടായ സമയത്ത് ഇതേ അലാം വന്നപ്പോൾ എത്രത്തോളം പാനിക്കായി എന്നുള്ളത് നമുക്ക് ശരിക്കും ഓർമ്മയുണ്ട്. അതിൻ്റെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് തന്നെ ഞാനിതിപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു സൗണ്ട് കേൾക്കുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് മായ്ച്ചു കളയാൻ പറ്റില്ല. അത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇനി ഒരേ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇങ്ങനെ സമാധാനപരമായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ ഇതൊന്നും കാണിച്ചു കൊടുക്കരുത് അല്ലെ എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി മാറ്റണം എന്നും പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര പാനിക് ആവുകയാണ്. നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തുനിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ആണ്, നിങ്ങളുടെ ജസ്റ്റേഴ്സ് ആണ്, നിങ്ങളുടെ ആക്ഷൻസ് ആണ്. അപ്പം അവിടെ നിങ്ങൾ ശരിക്കും കാമായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇരുന്ന് എഴുതാൻ നോക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഹമ്മ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ആകും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഉന്മേഷം കിട്ടും, നമ്മൾ ഇച്ചിരി കാമാവും, നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ഇമോഷണൽ ബ്രെയിനൊക്കെ ഒന്ന് കാമാവാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെ പാനിക്കായിട്ട് ഇരിക്കുന്ന നിർബന്ധമൊന്നുമില്ല, സാധാരണ ഉറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അവരെ തലോടി കൊടുക്കുക. ഇങ്ങനെ തലോടി നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ തലോടാറുണ്ടായിരുന്നില്ല, ഇതുപോലെ ഇങ്ങനെ തലോടാറില്ലായിരുന്നു. ഇത് എന്തിനായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേഗസ് നെർവിനെയൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ചെവിയുടെ ബാക്കിൽ കൂടെ ഇങ്ങനെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ കാമാകും. അപ്പോൾ അവർക്ക് ഇച്ചിരി എന്താ പറയുക തോട്ട് പ്രോസസ്സൊക്കെ കുറച്ചും കൂടെ ഈസി ആവും. സ്വയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. വീടുകളിൻ്റെ ഉള്ളിൽ സമാധാനം അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം.